തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിൽ കേരളം മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ ഇടമലക്കുടി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഫെബ്രുവരി 14-ന് SIR നടപടികൾ തീർക്കുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും 2 ദിവസം മുന്നേ പൂർത്തീകരിക്കും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വോട്ടർമാർക്ക് BLOമാരെയോ EROമാരെയോ സമീപിക്കാം. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയുടെ തലേ ദിവസം വരെ പേര് ഉൾപ്പെടുത്തുവാൻ കഴിയും. 62 നിയമസഭാ മണ്ഡലങ്ങളിൽ SIR ഹിയറിംഗ് മുഴുവനായും പൂർത്തീകരിച്ചു. ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടമലക്കുടിയിലും ഹിയറിംഗ് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഹിയറിംഗിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് ഇടമലക്കുടിയിലെ വോട്ടർമാർ അറിയിച്ചത്. വോട്ടർമാരും BLOമാരും രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ വിഭാഗത്തിന് നല്ല പിന്തുണയാണ് നൽകുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 62 LACസിൽ ഓൾറെഡി ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടമലക്കുടി ദേവികുളം LACയിലും ഹിയറിംഗ് അവർ 100% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാരോടും ഇവിടുത്തെ വോട്ടർമാരോടും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിലെ ഹിയറിംഗിൻ്റെ സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ഇഡ്ഡിലിപ്പാറക്കുടി, സൊസൈറ്റിക്കുടി, മീൻകുത്തിക്കുടി, അമ്പലക്കുടി തുടങ്ങിയ ഉന്നതികളിലെ നിവാസികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസാരിച്ചു. അമ്പലപ്പടിക്കുടി ഉന്നതിയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറായ 90 വയസ്സുള്ള ദുരൈസാമയുടെ വീടും അദ്ദേഹം സന്ദർശിച്ചു. പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിലെ ക്രമീകരണങ്ങളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി. തുടർന്ന് ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ മൂന്നാർ ഗവൺമെന്റ് VHSS ആൻഡ് TTIയും അദ്ദേഹം സന്ദർശിച്ചു. ദേവികുളം സബ് കളക്ടർ ആര്യ VM, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ, മൂന്നാർ DYSP S ചന്ദ്രകുമാർ, ദേവികുളം തഹസിൽദാർ G അജേഷ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K അഭിലാഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുരളി KG എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.